ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 ഡി എക്സ്. നമുക്കിത് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ഇവിടെ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കുറവാണോ ന്യൂമറേറ്ററിൻ്റെ പവർ? ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് തന്നെ വിചാരിക്കേ. ഓപ്പൺ ചെയ്തെന്ന് വിചാരിക്കേ. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് റേസ്റ്റ് 4 ആണല്ലോ. മോളിലോ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് റേസ്റ്റ് 4. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആണ് ന്യൂമറേറ്ററിൻ്റെ പവർ എങ്കിൽ ഓൾവേസ് ഡു ദ ലോങ് ഡിവിഷൻ. 100% കേസിലും ഒരു എക്സെപ്ഷൻ പോലും ഇല്ല. എപ്പോഴാണ് പോളിനോമിയൽ ബൈ പോളിനോമിയൽ, റൂട്ടൊന്നുമില്ല കേട്ടോ. പോളിനോമിയൽ ബൈ പോളിനോമിയൽ ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആണ് ന്യൂമറേറ്ററിൻ്റെ പവറെങ്കിൽ എപ്പോഴും ലോങ് ഡിവിഷനാണ്. അപ്പോൾ ഇവിടെ ഇവിടെ ഡിനോമിനേറ്റർ എക്സ് റേസ്റ്റ് 4 ഉണ്ട്, മുകളിലുണ്ട് എക്സ് റേസ്റ്റ് 4. അപ്പോൾ ഈക്വലോ അല്ലെങ്കിൽ കൂടുതലോ ആയാലും ലോങ് ഡിവിഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്താലോ. ഈ എക്സ് സ്ക്വയർ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡല്ല ഉദ്ദേശിച്ചത്, താൽക്കാലികമായിട്ട് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം, അത്രയേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അതായത് താൽക്കാലികമായിട്ട് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എക്സ് സ്ക്വയറിന് ഞാൻ വൈ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ടീന്നോ എന്തെങ്കിലും ലെറ്റർ ടി ഇരിക്കട്ടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, പക്ഷെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലോട്ട് പോകുന്നില്ല. കാരണം 2x dx dt എന്നായിരിക്കണമല്ലോ ഇങ്ങനെ എഴുതിയാൽ. 2x dx dt എന്ന് എഴുതേണ്ടി വരും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ. 2x dx എന്ന് പറഞ്ഞൊരു ടേം ഇതിനകത്ത് കാണാനുണ്ടോ? 2 ഇല്ലെങ്കിലും സാരില്ലായിരുന്നു. എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ടേം ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡല്ല ഇപ്പോൾ ചെയ്യുന്നത്. താൽക്കാലികമായിട്ട് എക്സ് സ്ക്വയറിനെ ഞാൻ ടി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഇൻ്റഗ്രേഷനെ പറ്റി ഇപ്പോൾ ആലോചിക്കുന്നില്ല. ഞാൻ ലോങ് ഡിവിഷൻ ചെയ്യുന്നതിന് മുമ്പ് എക്സ് സ്ക്വയർ ഇങ്ങനെ 4 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്നതുകൊണ്ട്, എക്സ് സ്ക്വയർ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് എക്സ് സ്ക്വയറിന് താൽക്കാലികമായിട്ട് ടി എന്ന് എഴുതുന്നു. കുറച്ച് കഴിഞ്ഞാൽ ടി പോവും. ഇൻ്റഗ്രേഷനല്ല ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ലോങ് ഡിവിഷനാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻ്റഗ്രേഷനെ പറ്റി ഇപ്പോൾ ആലോചിക്കുന്ന പോലുമില്ല. ഓക്കെ, ഇത് ഇങ്ങനെ എക്സ് സ്ക്വയർ കുറേ തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നതുകൊണ്ട് എക്സ് സ്ക്വയറിന് ടി കൊടുത്തു അല്ലേ. അപ്പോൾ ടി പ്ലസ് 1 ഇൻറ്റു ടി പ്ലസ് 2 എക്സ് സ്ക്വയർ കാണുന്നിടത്തൊക്കെ ടി എഴുതാണേ. അവസാനം ടി മാറ്റി എക്സ് സ്ക്വയർ തന്നെ എഴുതും ഞാൻ. ഇൻ്റഗ്രേഷൻ ചെയ്യുന്നില്ലല്ലോ, ഇപ്പം ചെയ്യുന്നില്ല ഇൻ്റഗ്രേഷൻ. അപ്പോൾ എക്സ് സ്ക്വയർ കാണുന്നിടത്തൊക്കെ ഞാൻ ടി എന്ന് എഴുതി. അപ്പോൾ ഞാൻ പറഞ്ഞു ലോങ് ഡിവിഷൻ വേണ്ടി വരും. ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കൂടുതലോ ഈക്വലോ ആണ് ന്യൂമറേറ്റർ. അപ്പോൾ ലോങ് ഡിവിഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇത് ഞാൻ വേഗം പറയാമല്ലോ, സ്റ്റെപ്പ് കുറച്ചോട്ടെ. ടി ഇൻറ്റു ടി ടി സ്ക്വയർ, സ്റ്റെപ്പ് കുറയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി നോക്കാം. ടി ഇൻറ്റു 1 2t അല്ലേ, 2t പ്ലസ് ടി ആവും. ഓപ്പൺ ചെയ്തോ. 2t പ്ലസ് ടി 3t 1 ഇൻറ്റു 2 2. സംശയം ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ താഴെയും ഓപ്പൺ ചെയ്യാൻ പോവാണ്. ടി ഇൻറ്റു ടി ടി സ്ക്വയർ. പിന്നെ എഗെയിൻ ഓപ്പൺ ചെയ്യുമ്പോൾ 4t പ്ലസ് 3t. കറക്റ്റ്. 4t പ്ലസ് 3t 7t. 3 ഇൻറ്റു 4 12. ഇങ്ങനെ വന്നു. അപ്പോൾ നേരെ ലോങ് ഡിവിഷനിലോട്ട് പോവാണ്. റീസൺ ഇനി പറയണ്ടല്ലോ, എന്തുകൊണ്ടാണ് ലോങ് ഡിവിഷൻ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. ടി സ്ക്വയർ പ്ലസ് 3t പ്ലസ് 2 നമ്മൾ ലോങ് ഡിവിഷൻ ചെയ്യാണ്. ഡിവൈഡിങ് വിത്ത് ടി സ്ക്വയർ പ്ലസ് 7t പ്ലസ് 12. ഇവിടെ ഹയസ്റ്റ് ടി സ്ക്വയർ ആണ്, ഡിവൈസറിലും ഹയസ്റ്റ് ടി സ്ക്വയർ ആണ്. ടി സ്ക്വയറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ടി സ്ക്വയർ കിട്ടുന്നത്? കറക്റ്റ് അല്ലേ? ടി സ്ക്വയറിന് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ ടി സ്ക്വയർ കിട്ടുക. 1 ഇൻറ്റു ടി സ്ക്വയർ, അപ്പോഴല്ലേ ടി സ്ക്വയർ ആവുള്ളൂ. 1 ഇൻറ്റു ടി സ്ക്വയർ എഴുതി,
1 ഇൻറ്റു 70 എഴുതി, 1 ഇൻറ്റു 12 എഴുതി. മൈനസ് ചെയ്താൽ ടി സ്ക്വയറും ടി സ്ക്വയറും വെട്ടിപ്പോവും. 3t മൈനസ് 70 മൈനസ് 40, 2 മൈനസ് 12 മൈനസ് 10. ഇങ്ങനെ കിട്ടി. ഇനി ലോങ് ഡിവിഷൻ കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ ഡിവൈഡ് ബൈ ഡിവൈസർ ഇങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ലോങ് ഡിവിഷൻ കഴിഞ്ഞാൽ. അപ്പോൾ ഇയാളെ നമുക്ക് ഇതുപോലെ എഴുതിയാലോ. എന്താണ് ഇയാളെ നമുക്ക് എങ്ങനെ എഴുതാം? ലോങ് ഡിവിഷൻ ചെയ്തല്ലോ. കോഷ്യൻ്റ് 1 അല്ലേ. റിമൈൻഡർ 6, റിമൈൻഡർ മൈനസ് 40 മൈനസ് 10, മൈനസ് 40 മൈനസ് 10 ഡിവൈഡ് ബൈ ഡിവൈസർ. ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? ടി സ്ക്വയർ പ്ലസ് 70 പ്ലസ് 12, ടി സ്ക്വയർ പ്ലസ് 70 പ്ലസ് 12 എന്ന് എഴുതി. ശരിയല്ലേ? കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ എന്ന് എഴുതി. ഇതിനാ ഇൻ്റഗ്രേഷൻ ആക്കിയിട്ടില്ല കേട്ടോ. കാരണം തിരിച്ച് പഴയ പോലെ എക്സ് ആക്കിയിട്ടേ ഇൻ്റഗ്രേഷനിലോട്ട് പോയാൽ മതി. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നല്ലല്ലോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പഴയ പോലെ എക്സിൻ്റെ ടേമിലോട്ട് ആക്കിയിട്ട് മാത്രമേ ഇൻ്റഗ്രേഷനിലോട്ട് കടന്നാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതിയല്ലോ. ഇവിടെ നമുക്ക് താഴെ ടി സ്ക്വയർ പ്ലസ് 70 പ്ലസ് 12 അല്ലേ. അതൊന്ന് ഓർമ്മയുണ്ടോ? ടി സ്ക്വയർ പ്ലസ് 70 പ്ലസ് 12 വന്നത് ടി പ്ലസ് 3 ഇൻറ്റു ടി പ്ലസ് 4 എന്ന് എഴുതിയിട്ടല്ലേ. ശരിയല്ലേ? ഓർമ്മയുണ്ടല്ലോ. ടി പ്ലസ് 3 ഇൻറ്റു ടി പ്ലസ് 4 ഓപ്പൺ ചെയ്തിട്ടല്ലേ നമുക്ക് ടി സ്ക്വയർ പ്ലസ് 70 പ്ലസ് 12 കിട്ടിയത്. ഞാൻ ഒരു കാര്യം ചെയ്തോട്ടെ. ഈ ടി സ്ക്വയർ പ്ലസ് 70 പ്ലസ് 12ന് പകരം ടി പ്ലസ് 3 ഇൻറ്റു ടി പ്ലസ് 4 എഴുതിക്കോട്ടെ. ഓക്കെ, ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്യുകയാണേ. അപ്പോൾ ടി സ്ക്വയർ പ്ലസ് 70 പ്ലസ് 12ന് പകരം എന്തെഴുതി? പഴയ പോലെ ഫാക്ടറൈസ്ഡ് ഫോമിൽ എഴുതി. പഴയ പോലെ തന്നെയാക്കി. ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഇതിനൊന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് ടിക്ക് പകരം എക്സ് സ്ക്വയർ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇതിന് ഞാനിതൊന്നും ആദ്യം പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കട്ടെ. അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. ഇതിന് 2 ഫ്രാക്ഷൻസിൻ്റെ സമ്മോ ഡിഫറൻസോ ആക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം അത് ചെയ്യുക, എന്നിട്ട് നമുക്ക് ടിക്ക് പകരം എക്സ് സ്ക്വയർ തന്നെ എഴുതാം. ഞാൻ 1 പേര് കൊടുത്തു. നമുക്ക് ആദ്യം തന്നെ ഇയാൾ ആരാ? മൈനസ് 40 മൈനസ് 10 ബൈ ടി പ്ലസ് 3 ഇൻറ്റു ടി പ്ലസ് 4. അതിനൊന്ന് ശരിയാക്കണം. മൈനസ് 40 മൈനസ് 10 ഡിവൈഡഡ് ബൈ ടി പ്ലസ് 3 ഇൻറ്റു ടി പ്ലസ് 4. നമുക്കതിന് എ ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് ബി ബൈ സെക്കൻഡ് ഫാക്ടർ അങ്ങനെ എഴുതാൻ പറ്റും. ഫസ്റ്റ് ഫാക്ടർ ടി പ്ലസ് 3യും സെക്കൻഡ് ഫാക്ടർ ടി പ്ലസ് 4 ആണല്ലോ. എയും ബിയും കാണേണ്ടി വരും. അതിന് നമ്മൾ റൈറ്റ് സൈഡിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ റൈറ്റ് സൈഡിൽ ന്യൂമറേറ്റർ കിട്ടാനായിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എ ഇൻറ്റു ടി പ്ലസ് 4, എ ഇൻറ്റു ടി പ്ലസ് 4 പ്ലസ് ബി ഇൻറ്റു ടി പ്ലസ് 3. എ ഇൻറ്റു ടി പ്ലസ് 4 പ്ലസ് ബി ഇൻറ്റു ടി പ്ലസ് 3. അതാണ് റൈറ്റ് സൈഡിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന ന്യൂമറേറ്റർ. അത് ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്ററിനോട് ഈക്വേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്റർ മൈനസ് 40 മൈനസ് 10. ടി പ്ലസ് 4 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. 0 ആക്കാൻ വേണ്ടി ടിക്ക് മൈനസ് 4 കൊടുക്കണം. ടി പ്ലസ് 4നെ 0 ആക്കാൻ വേണ്ടി ടിക്ക് മൈനസ് 4 കൊടുക്കണം. ടിക്ക് മൈനസ് 4 കൊടുത്താൽ ഈ ടേം 0 ആയി പോയി. ഇവിടെ ബി ഇൻറ്റു മൈനസ് 4 പ്ലസ് 3 അല്ലേ. മൈനസ് 4 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. റൈറ്റ് സൈഡിൽ ടിക്ക് മൈനസ് 4 കൊടുത്താൽ മൈനസ് 4 ഇൻറ്റു മൈനസ് 4 16 ആവും. 16 മൈനസ് 10 6. കാൽക്കുലേഷൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. അറേഞ്ചിങ് ബി ഈക്വൽ ടു -6.
അപ്പോൾ അത് ക്ലിയറായി. അപ്പോൾ ഇത് 0 ആവാൻ വേണ്ടി ടിക്ക് -4 കൊടുത്തിരുന്നു. ഇനി ഇവിടെ t+3 ഉണ്ട്. ഇതിനെ 0 ആക്കാൻ വേണ്ടി ടിക്ക് -3 കൊടുക്കാം. t+3 ഉണ്ട്, അതിനെ 0 ആക്കാൻ വേണ്ടി ടിക്ക് -3 കൊടുക്കാം. ടിക്ക് -3 കൊടുത്തു കഴിഞ്ഞാൽ a × -3 + 4 -3 + 4 1 അല്ലേ അല്ലേ. അപ്പോൾ a × 1 ഇവിടെ ടിക്ക് -3 കൊടുത്താൽ -3 + 3 അത് 0 ആണ്. റൈറ്റ് സൈഡിൽ ടിക്ക് -3 കൊടുക്കുകയാണ്. ശരിയല്ലേ. റൈറ്റ് സൈഡിൽ ടിക്ക് -3 കൊടുത്താൽ 12 - 10 12 - 10 2 ആണ്. അപ്പോൾ a = 2 എന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. സോ നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ത് വരും? അതായത് ആ 1 ഞാൻ നേരിട്ട് എഴുതിക്കോട്ടെ. 1 നമ്മളിവിടം വരെ എഴുതി നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. 1 പ്ലസ് ഇവിടം വരെ എഴുതി നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ വീണ്ടും എഴുതാണ്. 1 പ്ലസ് ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി എഴുതല്ലേ ഈ കാണുന്നത് അല്ലേ. ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയപ്പോൾ a/t+3 + b/t+4. അപ്പം ഇതെന്നുള്ളത് a എന്ന് പറഞ്ഞാൽ 2 ആയതുകൊണ്ട് 2/t+3 പ്ലസ് b/t+4 b എന്ന് പറഞ്ഞാൽ -6 -6/t+4. അപ്പോൾ ദിസ് ബിക്കംസ് 1 + 2/t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x². ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് x² t എന്ന് എഴുതിയതാണെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അതായത് 2x dx dt അങ്ങനെയൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. താൽക്കാലികമായിട്ട് x² t എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ടിക്ക് പകരം ഞാൻ x² എഴുതിക്കോട്ടെ. 3 - 6/t എന്ന് പറഞ്ഞ x² + 4. അപ്പോൾ നമ്മളെ ഫങ്ഷൻ അവസാനം എങ്ങനെ വന്നു? നമ്മളെ ഫങ്ഷൻ നോക്കിയേ, ഇതായിരുന്നു നമ്മളെ ഫങ്ഷൻ. x² + 1 × x² + 2/x² + 3 × x² + 4. അതിനെ ലോങ് ഡിവിഷൻ വഴി ചെയ്തു. അതിനുശേഷം പാർഷ്യൽ ഫ്രാക്ഷനും ആക്കി. അപ്പോൾ ഇതിനെ അൾട്ടിമേറ്റ്ലി ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 3 ടേമിൻ്റെ സമ്മാക്കി മാറ്റി. ഇതിനെ 3 ടേമിൻ്റെ സമ്മാക്കി മാറ്റി. 1/2/x² + 3 -6/x² + 4 ഇൻ്റഗ്രബിൾ ഫോമിലാക്കി മാറ്റി. സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ആൾക്കാർ ടേംസുകളാക്കി മാറ്റി. ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഞാനിവിടെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ തന്നെ വരുത്തിക്കോട്ടെ. നമുക്ക് ഓരോന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രേഷനിലെ ഒരു റിസൾട്ട് ഉണ്ട്, 1/x² + a² എന്ന് പറഞ്ഞൊരു ഇൻ്റഗ്രേഷൻ. ഓർമ്മയുണ്ടോ? സ്പെഷ്യൽ ഇൻ്റഗ്രൽ 1/x² + a². ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഈ 3നെ നമുക്ക് √3² എന്ന് എഴുതിയാലും തെറ്റിയല്ലോ. 3നെ എങ്ങനെ എഴുതാൻ പറ്റും? √3² അല്ലേ. ഇവിടെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അതുപോലെ ഈ 4നെ നമുക്ക് 2² എന്ന് എഴുതാൻ പറ്റില്ലേ? ഇവിടെ വെച്ചിട്ട് എഴുതാം നമുക്ക്. നമ്മളിനി ഓരോന്നിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സ്റ്റാൻഡേർഡ് റിസൾട്ട് 1ൻ്റെ ഇൻ്റഗ്രൽ x ആണ്. 2/x² + √3². 2 മാറ്റി നിർത്തി. 1/x² + a². ഓർമ്മയുണ്ടോ? 1/x² + a² ഇൻ്റഗ്രൽ വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട്. ഇൻ്റഗ്രൽ 1/x² + a² നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് 1/a tan inverse x/a എന്നാണ് ഫോർമുല അല്ലേ. 1/a tan inverse x/a + c. ഇങ്ങനൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. 2 മാറ്റി നിർത്തി 1/x² + a² ആയില്ലേ. ഇതിപ്പോൾ 1/a
എ എന്ന് പറഞ്ഞാൽ √3 ആണല്ലോ. 1/√3 ടാൻ ഇൻവേഴ്സ് x/a. x/a എന്ന് പറയുമ്പോൾ x/√3 മൈനസ് 6 ഇൻറ്റു 1/x² + a² വീണ്ടും വന്നു. വീണ്ടും സ്റ്റാൻഡേർഡ് റിസൾട്ട് 1/a. എ എന്ന് പറഞ്ഞാൽ 2 ആണ്. 1/a എന്ന് പറയുമ്പോൾ 1/2 ടാൻ ഇൻവേഴ്സ് x/a x/2 അല്ലേ. x/a എന്ന് പറയുമ്പോൾ x/2 പ്ലസ് സി. ഞാൻ മായ്ക്കാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ച് എഴുതിയതാണ്. സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ചിട്ട് കേൾക്കാം. ഒരു സ്റ്റെപ്പും കൂടി എഴുതിയ ആൻസറായി. എക്സ് പ്ലസ് ഇവിടെ 2/√3 ഉണ്ട്. ടാൻ ഇൻവേഴ്സ് x/√3 മൈനസ് ഇവിടെ 6/2 എന്നുള്ളത് 3 ആവും. 3 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് x/2 പ്ലസ് സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ.